അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചക്കര വയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയുള്ളത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ റബ്ബിഉൽ അവ്വൽ മാസം പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാ വീടുകളും നല്ല അലങ്കാരമാട്ടോ, ലൈറ്റൊക്കെ കത്തിച്ച്. ഇതിൻ്റെ ചെറിയ ആങ്ങളുടെ വീട്ടിലത്തെ ലൈറ്റാട്ടോ. അവരൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ ഇതിൻ്റെയൊക്കെ ആവേശം ഉണ്ടാവുക അങ്ങനെ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴേ എടുത്താണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമ്മൾ റബ്ബിഉൽ അവ്വലിനെ വരവേൽക്കുക എന്നുള്ള ഇതും കൂടെ എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ എല്ലാം മൗലൂദും കുട്ടികളെ പരിപാടിയിലും എല്ലാത്തിലും പങ്കെടുക്കാനും എല്ലാത്തിനും പഠിത്തം തോഫീക്ക് ചെയ്യട്ടല്ലേ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ എടുത്താട്ടോ ലൈറ്റ് കണ്ടപ്പോൾ രാത്രി. കുട്ടികൾക്ക് ദഫും പാട്ടും എല്ലാ പരിപാടിയും ഉണ്ടാവുമല്ലോ. കുട്ടികൾക്ക് ഒരു ആനന്ദത്തിൻ്റെ മാസമല്ലേ. ഇതിൻ്റെ വലിയ ആങ്ങളുടെ വീട്ടിലാട്ടോ, എൻ്റെ മുറ്റത്ത് തന്നെയുള്ള വീടാണ്. അപ്പോൾ അവിടെ അങ്ങനെ കത്തിച്ചതിൻ്റെ ആണിത്. അപ്പോൾ ഞാനതും ഇങ്ങനെ ഇന്നലെ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ കാണാൻ നല്ലൊരു ഭംഗി. രണ്ടാളും രണ്ട് സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചക്കരപ്പയർ ഉണ്ടാക്കാനുള്ള പയറാണിത് കേട്ടോ. ഒച്ച പയർ ഞാൻ അങ്ങനെ വെള്ളത്തിട്ട് വെച്ചിരുന്നു, അങ്ങനെ നല്ല പൊതിർന്നിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇത് വെള്ളം ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചാണ്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ട് 2-3 വിസിലടിച്ചാൽ മതി. നല്ല പൊതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വിസിലടിച്ച് നമുക്ക് എടുക്കട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനം ഞാൻ ഒരു തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്, 3 ശർക്കര അച്ചി, കുറച്ച് അണ്ടിപ്പരിപ്പ്, 2-3 ഏലക്ക, രായിപ്പൊടി. ഇതാണ് ഇതിലേക്കുള്ള സാധനങ്ങൾ കേട്ടോ. ആവശ്യത്തിന് തുള്ളി ഉപ്പും കൂടെ ഇടണം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചക്കര എടുത്തുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് ഒരു ചെറിയൊരു കുടുക്കയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ചക്കര ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ, നല്ല ഉരുകി കിട്ടണം. ഉരുകിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പയറിലുണ്ടായിരുന്ന വെള്ളം ഞാൻ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൽ രായിപ്പൊടി കലക്കി കൊടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ വേറെ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഏറി വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പൊടിയിൽ രായിപ്പൊടി കലക്കി കൊടുക്കട്ടോ. ആദ്യം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് ഏലക്കായാണ്, ഏലക്കായ് കുത്തി അത് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഏലക്കായ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ ഇതിലൊക്കെ. അപ്പോൾ ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് പിന്നെ അതിലേക്ക് രായിപ്പൊടി ആദ്യം കുറച്ച് കലക്കി കൊടുക്കട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ കലക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിൽ ഇങ്ങനെ രായിപ്പൊടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പാക്കറ്റ് പൊടി കേട്ടോ, രായിപ്പൊടി. നമ്മൾ ദോശ ഇടാനും പുട്ടിടാനൊക്കെ കൊടുക്കുന്നതാണ്. വൈകുന്നേരം ചിലപ്പോൾ രാത്രി ഇങ്ങനെ ചോറില്ലാത്ത ദിവസമൊക്കെ നമ്മളിങ്ങനെ ഇതുകൊണ്ട് പുട്ടോ ദോശ എന്തെങ്കിലുമൊക്കെ ചുടലാണ്. ദോശ എളുപ്പട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ആ പയർ വേവിച്ച വെള്ളം കേട്ടോ, ആ വെള്ളത്തിൽ നമുക്ക് വെള്ളം എടുത്തിട്ടാണ് ഞാൻ അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി ആ വെള്ളം തന്നെ ഇനിയും വേണ്ടി വരും. നമ്മൾ ഒഴിച്ചിട്ട് പാകം നോക്കുക, അടുപ്പത്ത് വെച്ചാൽ അറിയാലോ. അപ്പോൾ അങ്ങനെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് പയർ വേവിച്ച സത്തൊന്നും പോവില്ല, കാരണം ഇതിൽ കലക്കി ഇങ്ങോട്ട് ഒഴിക്കുകയല്ലേ. നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ചക്കരയും ഇങ്ങോട്ട് അരിച്ചാണ്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും ആദ്യം തന്നെ. ചൂടായി വരുന്ന നേരത്തിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, കൈ വെക്കാതെ ഇളക്കണം. അപ്പോൾ അതാ നമ്മൾ ആ ഇതാക്കിയതൊക്കെ കലക്കി ഒഴിച്ചൊക്കെ കുറുന്നനായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കുറവുണ്ട്, പൊടിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചക്കര അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. അരിച്ചാണ്ട് ഈ ചക്കര ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ എന്ത് ഉടഞ്ഞ സാധനമായാലും ചക്കര അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അതിനൊരു ഉണർവ് വരും.
ഒരു ബലം വരും. പയറായാലും കടലായാലും എന്തിക്കും അങ്ങനെ തന്നെ. അപ്പോൾ പയറൊക്കെ ഇപ്പോൾ നല്ല സ്റ്റഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊടി പോരട്ടോ, അപ്പോൾ കുറച്ചും കൂടെ പൊടി പിന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ 3/4 ഭാഗം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല തേങ്ങ വേണ്ട, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിലേക്ക് ആ തേങ്ങ ഇട്ടാൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. കുറച്ചും കൂടെ പൊടി വേണം കേട്ടോ. ഈ പൊടി കൊണ്ട് തൈയില്ല, അത് ചക്കര നല്ല മുന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചക്കര ഒന്ന് ബാലൻസ് ചെയ്യാനും പിന്നെ കുറച്ചും കൂടെ പൊടിയും ആവശ്യമുണ്ട്. അപ്പോൾ ആ ബാക്കിയുള്ള പയർ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതിൽ തന്നെയാണ് ഞാൻ അത് കലക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അത് ചൂടാകുന്നതിനനുസരിച്ച് തുള്ളി വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ഇനി ഒരു തുള്ളിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കയറാൻ പാടില്ല, ഉപ്പിട്ടാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു നുള്ളിപ്പ് മാത്രം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാട്ടോ അത് തിന്നാൻ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റുമല്ലോ. രായിപ്പൊടി എന്ന് പറഞ്ഞാൽ ചോര വെക്കുന്ന സാധനം. നമ്മൾ 6 മാസം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക്, ഉമ്മാർക്ക് പാല് കുറവുള്ള ഉമ്മാരാണെങ്കിൽ ഇങ്ങനെ രായിപ്പൊടി ഇങ്ങനെ പാല് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ അല്ല പശുപാലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതിലിങ്ങനെ നമ്മൾ വിരകി കൊടുക്കും കുട്ടിക്ക്. അല്ലെങ്കിൽ അച്ചയിലേക്ക് ആണെങ്കിൽ വിരകി കൊടുക്കും. കൽക്കണ്ട ഇട്ടുകൊണ്ട് നല്ല സാധനം. ഇത് വയസ്സായ ആൾക്കാരായാലും കുട്ടികളായാലും ഒക്കെ സൂപ്പറാട്ടോ. അപ്പോൾ നമ്മൾ ചക്കര അവിടെ പയർ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മൂക്കാനുള്ളൊരു നെയ്യ് മാത്രമേ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കേട്ടോ ഇതിന്. അപ്പോൾ നെയ്യൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ പഴയ നമ്മളെ ഉമ്മാരുണ്ടാക്കുന്ന പലഹാരങ്ങളല്ലേ. ഇപ്പോഴത്തെ ആ കുട്ടികൾക്കും ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അത്ര ഇതില്ല. നമ്മൾ ഉമ്മാരൊക്കെ പണ്ട് പറമ്പിലൊക്കെ പയറും രായിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞാൽ ഇങ്ങനെ രായിപ്പൊടിയും പയറും കൂടെ ഇങ്ങനെ ചക്കര പയറുണ്ടാക്കും, അല്ലെങ്കിൽ മത്തനും ഇട്ടിട്ട് ചക്കര പയറുണ്ടാക്കും. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളമ്മമാർ ബാക്കിയുള്ളവരൊക്കെയാണ് ഓർമ്മ വരിക. അവർക്കൊക്കെ ഇത് ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ നമ്മളിതൊക്കെ പീടികയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പയറും രായിയൊക്കെ ഉണ്ടാക്കുന്നത്. പണ്ടൊന്നും പീടികയിൽ നിന്ന് ഇതൊന്നും വാങ്ങൂല, ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചക്കരപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചക്കരപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിലുള്ള കട്ടിയിൽ, എന്നാൽ അധികം ലൂസല്ലേനും, നല്ല സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി തിന്നാൻ പാകത്തിലുള്ള ചക്കരപ്പയർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമുക്ക് നമ്മളെ റബീഉൽ അവ്വലും ആഘോഷങ്ങളൊക്കെ നല്ലപോലെ നടത്താനുള്ള തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.